നമ്മൾ അർജുനെ പറ്റി ഒന്നും ചോദിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കുറെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നപ്പോഴത്തേക്കും അവിടെ എന്താ പറയാ വഴക്കുണ്ടാക്കി ഇറങ്ങിയത്. കൊച്ചു കള്ളി സ്നേഹം അടിച്ചേക്കണേ. ഈ ഹർ ഹർ മഹാദേവ് എന്ന് അടിച്ചത് ദൈവത്തോടുള്ള ഭക്തിയോട്. ചേച്ചിയെ പോലെ അതിന് എനിക്ക് തന്നെയൊക്കെ പ്രായമൊന്നുമില്ലടോ. എനിക്ക് 27 വയസ്സ്. എനിക്ക് 26 വയസ്സ്. അന്ന് ചിലപ്പോ പൈസ കൂടി അന്നത്തെ ഒരു ഉദ്ദേശമുണ്ട്. ഇതിൽ നമ്മൾ കേറുന്ന ഞാൻ മഹാദേവനെ തേച്ചെന്നാകും വേണ്ടേ. സൂപ്പർ. ഈ സാധനം വേണ്ടി ഹൈലൈറ്റിലിടും. ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വി ടോക്സ്. ഇന്ന് ഞാനല്ല ഇൻട്രോ പറയുന്നത്. ഞങ്ങൾ ഇൻട്രോ പറയാൻ വേണ്ടി ഇൻട്രോ പറയുന്നതിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ വി ഹാവ് എ ഗസ്റ്റ് ടുഡേ, അപർണ പ്രേംരാജ്. തേപ്പ് പരിപാടി ഇൻട്രോ പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇൻട്രോ പറയുന്ന ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും അടിപൊളി ഹൈലൈറ്റ് സാധനം കണ്ടന്റ് ഞാൻ കാണാറില്ല, ഇൻട്രോ അടിപൊളിയാണ്. അവിടെ വരെ കാണാറുള്ള അപ്പൊ ഫ്ലാഷ് കട്ടും കാണാറില്ല. എന്നെ കുറിച്ച് പറഞ്ഞ ഇൻഡസ്ട്രിയിലെ പ്രമുഖയെ പറഞ്ഞാണല്ലോ അപ്പൊ തന്നെ അടി വന്നാണല്ലോ. നീയൊക്കെ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ, അതെ, മാസങ്ങൾക്ക് മുന്നേ പോഡ്കാസ്റ്റ് തുടങ്ങിയ ആളാ. നീ അവിടെ പോയി പോഡ്കാസ്റ്റ് ചെയ്തിട്ടാണ്, നിനക്ക് ഓർമ്മയുണ്ടോ? എല്ലാരും കൂടി അതിനുശേഷം അതിലൊരു ഇങ്ങനെ ഒരു പീക്കുണ്ടോ? അയ്യോ, പറഞ്ഞാൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു വന്നത്. പറഞ്ഞാൽ കുടിക്കാൻ എന്താ വേണ്ട, നല്ല വെയിലത്ത് വന്നല്ലേ. ഞാൻ ബോബ ടീ അല്ലെങ്കിൽ ബോബ ഫ്ലേവേർഡ് ജ്യൂസസ് എന്തെങ്കിലും. ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ ഞങ്ങളുടെ ഫോളോവേഴ്സിന് അറിയാം നമുക്ക് ഈയിടെയായിട്ട് പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് വരുന്നുണ്ടെന്ന്. ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ, പേടിക്കണ്ട, ധൈര്യമായിട്ട് കുടിക്കാം. പനമ്പള്ളിയിലെ ഫ്രെസ്കോ ബാർ അവർ ബോബ ഫെസ്റ്റ് നടത്തുന്നുണ്ട്. അതുപോലെ ബോബ ഫെസ്റ്റിന്റെ പ്രൊമോഷൻ നമുക്കാണ് അവർ തന്നിരിക്കുന്നത്. ബോബ ടീ കുടിച്ചിട്ടുണ്ടോ? ബബിൾ ടീ. പക്ഷെ അങ്ങനെ എപ്പോഴും കുടിക്കാറില്ല. കാരണം ഇവിടെ പവർഫുൾ ആണ്. അല്ല, ഒത്തന്റിക് സാധനം കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പൊ ഇത് ഒത്തന്റിക് ആണോ നോക്കാം. അവർക്ക് ഒത്തന്റിക് ബബിൾ ടീയുടെ അവരുടെ ബബിൾ ടീ കാറ്റഗറിയിലെ ഒത്തന്റിക് താറോ ഉണ്ട് അവർക്ക്. പിന്നെ അല്ലാതെ ഫ്ലേവർ മൈലേജ് കിട്ടും. മഹാദേവൻ പഠിച്ചു വെച്ചതാന്ന് തോന്നുന്നു. താറോ എന്ന് പറഞ്ഞ സാധനം വെക്കുന്നുണ്ട്. നീ ഒരു ചളി ഓർത്തോ? അതല്ലേ പാഷൻ പഞ്ച് ഉണ്ട്. എനിക്കത് ബംബിൾ ടീ ആയിരിക്കും. ചെറിയൊരു പ്രമുഖനാണ്. നിനക്ക് പാഷൻ പഞ്ച്. എനിക്ക് താറോ. പേരെന്താ പറഞ്ഞത്? ബൗണ്ട്ലെസ് ബിസ്കോഫ് ഉണ്ട്, മാംഗോ മാനിയ, ഹെവൻലി ഹേസൽനട്ട് ബിസ്കോഫ്, ബൗണ്ട്ലെസ് ബിസ്കോഫ്. ഓക്കെ, എനിക്ക് മാംഗോ മാനിയ. ഓർഡർ ചെയ്യാം. ഫ്രെസ്കോ ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനം എവിടെ വരും? ഇതിലല്ല, ഫ്രെസ്കോ ബാർ എന്ന് പറഞ്ഞാൽ ഇതിൽ സാധനം വരും. അവിടെ ബൗണ്ട്ലെസ് ബിസ്കോഫ്. ഇത് ജപ്പാൻ കുടിവെള്ളത്തിൽ വെള്ളം വന്നിട്ടെടുക്കണേ. ബൗണ്ട്ലെസ് ബിസ്കോഫ് നമ്മുടെ ഗസ്റ്റ് അപർണയ്ക്ക്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തമാശയായിരുന്നു. ഫ്രെസ്കോ ബാറിന്റെ ഇത് പാഷൻ ഫ്രൂട്ട് പഞ്ച്. പാഷൻ പഞ്ച് നല്ല ബിസ്ക്കറ്റിന് അടിച്ചിട്ടുണ്ട്. കൊള്ളാം. മാംഗോ അടിപൊളിയാണ്. പാഷൻ ഫ്രൂട്ട് അടിപൊളിയാണ്. അടിപൊളിയാണ്. കൊള്ളാം. നിങ്ങൾ വളർന്ന് വലിയ ആൾക്കാരായി, കുടിക്കാനൊക്കെ സാധനം തരാൻ തുടങ്ങി. അത് തന്നെ വലിയ കാര്യം. മേക്കപ്പ് റൂം മാത്രം കാണിച്ചു കൊടുത്ത് വെള്ളം പോലും ഞാൻ തന്നില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും വലിയ ആൾക്കാരായി. ഇങ്ങനെയാണ് പോഡ്കാസ്റ്റ് നടത്തണ്ടേ. കൊച്ചിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, ഫ്രെസ്കോ ബാറുള്ള സാധനങ്ങളുണ്ട്. അവിടുന്ന് ജ്യൂസുകൾ വരും. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കുഴപ്പമില്ല.
പ്രൊമോഷൻ നടക്കട്ടെ. സംഭവം അടിപൊളിയാട്ടോ. നിങ്ങൾ പറഞ്ഞത് കുറച്ച് നമ്മള് അപർണയെ വിളിച്ചെന്തിനാ ഇത് കുടിക്കാൻ. എനിക്കന്നാ തോന്നുന്നു 5 മിനിറ്റ് ആയിട്ട് ഇതാ കുടിച്ചോണ്ടിരിക്കുന്നത്. ദീപകിന് വരാൻ പറ്റില്ല. അതെ, ഒരാള് വേണമായിരുന്നു എന്നൊക്കെ. നമ്മള് പോഡ്കാസ്റ്റിന് അവിടെ പോയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ എന്ന് വിളിച്ചാലും ഞാൻ നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ വന്നിരിക്കുന്ന അപർണ നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കാലം വിളിക്കാതെ പിടിച്ചു മനസ്സിലായി. നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കി. അതെ, അതിൽ ദീപകിന് വരാൻ പറ്റത്തില്ല, പിന്നെ നമുക്ക് വേറെ വഴിയില്ലായിരുന്നു. ശരിക്കും പോഡ്കാസ്റ്റ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ഞങ്ങൾ സംശയം തീർക്കാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ നമ്മള് ആദ്യമൊക്കെ വ്യൂസും കിട്ടുന്ന പൈസയും നോക്കിയിരുന്ന മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് പബ്ലിസിറ്റി കൂടും. പൈസ വരുമോന്ന് നോക്കിയിരുന്ന കുഴപ്പമുണ്ടോ? നമുക്ക് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലാത്ത പൈസ കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനല്ല ആവശ്യം. ഒരാൾക്ക് കാര്യങ്ങളൊക്കെ നടന്നു. അതെ, ഒരാൾക്ക് കാര്യം നടന്നു പോവാൻ പോഡ്കാസ്റ്റ് കൊണ്ട് 5 പേർക്ക് ജയിക്കാം. അതെനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഒറ്റാളല്ലേ ഉള്ളൂ. അതിനാണ് ഞാൻ ഒറ്റാളായി മാറിയത്. മനസ്സിലായില്ലേ? എല്ലാം ഞാൻ ഓരോരുത്തരും നമുക്ക് 5 പോഡ്കാസ്റ്റ് തുടങ്ങാല്ലേ. എന്റെ നീ ഗസ്റ്റ്, നിന്റെ ഞാൻ ഗസ്റ്റ്. അതെ, അതാണ് നല്ലത്. അല്ല, പക്ഷേ നമുക്ക് പബ്ലിസിറ്റി കൂടും. ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വിളിക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഡിസ്ക്ലോസ് ചെയ്തത്. അപ്പം നമ്മൾ ഓർത്തു അതിനുവേണ്ടി എന്തായാലും ചന്നം പിന്നെ കോൾ വന്ന് കാണുമല്ലോ, രണ്ടുപേരും ഒരുമിച്ച് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടാണ്. നമ്മൾ വിചാരിച്ചു അങ്ങനെ ഒരു ഇതിന് വേണ്ടി വിളിക്കണ്ടെന്ന് ഓർത്ത് ആണ് നമ്മളൊന്ന് ഡിലേ ചെയ്തത്. അപ്പൊ നമ്മള് അർജുനെ പറ്റി ഒന്നും ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് അർജുന്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. അല്ലേ? അല്ല, അങ്ങനെ പറഞ്ഞാണ് വിളിച്ചത്. അതുകൊണ്ട് അർജുനെ പറ്റി ഞങ്ങളൊന്നും ചോദിക്കില്ല. അർജുനെ പറ്റി അക്ഷരം മിണ്ടരുതെന്നാണ് ഇതിന്റെ ടൈറ്റില്. നമ്മൾ അറിയിച്ച അർജുനെ പറ്റി അക്ഷരം മിണ്ടരുത്, അതായിരിക്കും നമ്മുടെ ടൈറ്റിൽ. അതുകൊണ്ട് ആൾക്കാരും പ്രതീക്ഷിക്കരുത്. അല്ലേ? ആ ജേണി പറഞ്ഞു വന്നത് കണ്ടിന്യൂ. എന്റെ ഇടയ്ക്ക് ആ പഴയ കാലം, അതായത് പോഡ്കാസ്റ്റ് ഒരാൾക്ക് ജീവിക്കാനും പറ്റുള്ളൂ. എനിക്ക് പറയാൻ പറ്റുള്ളൂ. 5 പേർക്ക് ജീവിക്കാൻ പറ്റുന്ന പറയാൻ എന്റെ പ്രൂവ് പബ്ലിസിറ്റി കൂടുമെന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചെങ്കിൽ ഇപ്പൊ നമ്മള് കുറെ എന്റെ റീൽസും ഷോർട്സും ഒക്കെ കൂടുതൽ പോകുന്നത്. അപ്പൊ നമുക്ക് ഞാനൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കുന്നുണ്ട്. റീച്ചിനല്ലെങ്കിലും ഈ റീൽസും ഇതൊക്കെ തന്നെ. അതെ അതെ അതെ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും അതെ, നിങ്ങൾ അനുവദിക്കാനിട്ടാ തോന്നുന്നു ചോദിച്ചേട്ടൻ. അതെ, അതല്ല, എങ്ങനെയും ജോൺ ചേട്ടൻ നല്ല ബുദ്ധി പറഞ്ഞു വരുമ്പോഴായിരിക്കും മഹാദേവൻ ഒരു ചളി ഇറക്കുന്നത്. അവിടെ തീരുവല്ലേ? നീയല്ലേ വിളിച്ചോണ്ട് വന്നത്? അത് തന്നെ വേണം എന്നൊക്കെ അല്ലേ പറഞ്ഞ. മുൻപ് മറ്റേ ഇന്റർവ്യൂ ചെയ്തോണ്ടിരുന്നിടത്തുനിന്ന് ഇൻഡിപെൻഡന്റ് ആവാൻ തീരുമാനിച്ചത് പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. തുടക്കത്തിന്ന് പറഞ്ഞു. അതായത് പറഞ്ഞ അറിയാത്ത ആരെങ്കിലും കാണും? അത്രയൊക്കെ വേണോ? എന്റെ അനീസിന് ഇത്ര സ്നേഹം എന്ന്. മറ്റേ അനീസിന് എന്നെ കണ്ടാ ദേഷ്യമായിരുന്നു. അനീസ് കുറച്ച് കാര്യങ്ങളായിട്ട് ഇപ്പൊ ഇങ്ങനെ മാറി. പണ്ട് അക്സെപ്റ്റ് ചെയ്യാത്ത പലരെയും ഇപ്പൊ പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ മഹാദേവനെയാണോ? ഫ്ലാഷ് ബാക്ക് പറയാതെ എന്താ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കഥ പെരുമാറ്റത്തിൽ നല്ല മറ്റേ പറന്ന് പൊങ്ങി പോയിട്ട് താഴെ വന്നതുകൊണ്ടാണോ? സോറി, നല്ല മാന്യത വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മാറ്റി എന്റെ തനി സ്വഭാവം പറ്റും. അധികം ഉള്ളത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു 5 മിനിറ്റ് ഒക്കെ ഞാൻ മര്യാദക്ക് ഇരിക്കും. അല്ല, മറ്റേ എന്റെ പോഡ്കാസ്റ്റ് തന്നെ ഞാൻ പൃഥ്വിരാജ് അപ്പൊ തുടങ്ങും. ആരുടെങ്കിലും എന്തേലും പറഞ്ഞാൽ ഞാൻ അപ്പൊ കിട്ടും. അവരോടുള്ള പ്രശ്നമല്ല, എന്നോടുള്ള പ്രശ്നമാണെന്നൊക്കെ. ശരിക്കും എന്തായിരുന്നു പഠിച്ചത്? ബിടെക്. പെട്ടെന്ന് മറ്റേ എന്തോ ചക്കയുടെ കാര്യം പറഞ്ഞോണ്ട് നമ്മ മാങ്ങയുടെ കാര്യം പറയുന്നു. അതുകൊണ്ടല്ല നമ്മള് വിഷയത്തിലോട്ട് കയറണല്ലോ. അതാണ് ഈ പോഡ്കാസ്റ്റിന്റെ പ്രത്യേകത. ബിടെക് അല്ല പഠിച്ചേ. കണ്ട അങ്ങനെ ഒരു ലുക്ക് ഉണ്ടോ? ബിടെക്കിന് ലുക്ക് ഉണ്ടോ? ഇപ്പൊ മഹാദേവനെ കണ്ട ലുക്കില്ലെന്ന് പറഞ്ഞ അങ്ങനെ പറയരുത്. ബിടെക് അല്ലേ? ആ മറ്റേ സാധനം ഞാൻ പറയാം. ജ്യോതിഷം ഒക്കെ പഠിച്ചിരുന്ന ആരായനെ എന്തോ രക്ഷപ്പെടില്ലെന്ന് ഞാൻ കൈ നോക്കി പറഞ്ഞു. എന്നിട്ടും വിശ്വാസമായില്ലേ? അല്ല, പ്രഡിക്റ്റ് ചെയ്യാമെന്ന് പറ. ഇതൊരു ഫ്രണ്ട്സിൽ മറ്റേ ചേലറിന്റെ ജോലി പറയണം. അതെ അതെ, അതുപോലെ അറിയാം. എന്തോ മണ്ണൊക്കെ ആയിട്ടൊരു ബന്ധമുണ്ട്. അക്കൗണ്ടിങ്ങും മണ്ണും തമ്മിൽ അല്ലേ? മണ്ണുമായിട്ട് ബന്ധമുള്ളതോ? സോയിൽ ടെസ്റ്റർ അല്ല, കാർഷിക എന്തോ ജിയോഗ്രഫിയായിട്ട് ബന്ധമുണ്ടല്ലേ? ജിയോളജി റാങ്ക് ഹോൾഡർ ആണ്. ജിയോ ഇൻഫോർമാറ്റിക്സ്
സോ എന്റെ പൊന്നോ. അതെ അതെ എനിക്കറിയായിരുന്നു. അപർണ്ണയുടെ ജേർണി എങ്ങനെയാണ്? ആരോ ബിടെക് പഠിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ബിടെക്, അവനൊഴിച്ച് ബാക്കി എല്ലാം ബിടെക്. അതാണ്. അപ്പൊ അപർണ്ണയുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്തായിരുന്നു? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറി കുറെ നാള് IT ഫീൽഡ്. ആദ്യമായിട്ട് എങ്ങനെയാണ് ഇതിലോട്ട് എത്തണേ? എന്തോ അല്ല അല്ല അവിടെ എത്ര പഠിച്ചിറങ്ങിയപ്പോ തന്നെ ജോലിക്ക് കയറി? അപ്പൊ തന്നെ കയറി 2018. എന്റെ ദൈവമേ. പഠിപ്പിയായിരുന്നു. അല്ല ഒരിക്കലും അല്ല. അത് ആ കോളേജിന്റെ ഗുണമാണ്. ആ കോളേജ് കൊണ്ട് ഒരു ഗുണമുണ്ടെങ്കിൽ ഇത് ചോദിച്ചത് ഒരാൾക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ഇതിലോട്ട് വരാൻ ആഗ്രഹമുള്ളതെല്ലാം ഉണ്ടെങ്കിൽ ഒരാൾ എങ്ങനെ ഇതിലോട്ട് തുടങ്ങി എല്ലാം എത്തിപ്പെട്ടെന്നുള്ള സാധനം അറിയാൻ വേണ്ടി. അതെന്താന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് മറ്റേ കോളേജ് കിട്ടില്ല, അവിടെ ക്യാമ്പസ് അവിടെ അടുത്ത എപ്പിസോഡിൽ അവരെ സ്പോൺസർ കിട്ടും. സ്പോൺസർ അല്ല, ആ കോളേജുകാർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാത്തില്ല, കുഴപ്പമില്ല. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ എനിക്ക് മോഡലിങ്ങിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മോഡലിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴേ മോഡലിംഗ് ചെയ്യുമായിരുന്നു. പക്ഷെ ജോലി കിട്ടി കുടുംബത്തെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് അങ്ങ് ജോലിക്ക് അങ്ങ് കയറിപ്പോയി, ഇതെല്ലാം നിർത്തിയിട്ട്. പക്ഷെ കോവിഡായിട്ട് തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ പകൽ സമയം വെറുതെ ചോറി കുത്തിയിരിക്കണം എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ചുമ്മാ ഫ്രണ്ട് ഒരു ദിവസം പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പോവാം. അങ്ങനെ എടുത്തപ്പോൾ എൻ്റെ പഴയ സ്കിൽസൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പോസ്റ്റൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇച്ചിരി ഫോളോവേഴ്സായിട്ട് ഇങ്ങനെ കയറി. വെച്ചെങ്കിൽ അങ്ങനെയല്ല, 3000 4000 5000 അങ്ങനെ കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് മറ്റേ മിസ് കേരള അങ്ങനത്തെ കുറേ കോമ്പറ്റീഷനൊക്കെ പോയപ്പോഴത്തേനും കുറേ നെറ്റ്വർക്ക്സ് ആയി പലയിടത്തായിട്ട്. അങ്ങനെ ഇങ്ങനെ JBL പരസ്യമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അറിയോ? പക്ഷെ എൻ്റെ മുടി മാത്രമേ വരത്തുള്ളൂ. അതെ, മുടി മാത്രമേ വന്നിട്ടുള്ളൂ, തിരിഞ്ഞിരിക്കുന്നത്. നല്ല കലാകാരന്മാർക്ക് മുടി വന്നാലും അതെ അത് വന്നാലും മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരുന്ന സമയം സീനിയർ ആക്ടർ നരച്ചു. കഴിവ് ഒളിപ്പിച്ച് എന്തൊക്കെ ചെയ്യാൻ അഭിനയിക്കേണ്ട അകത്തിരിക്കുന്നു. ഒളിപ്പിച്ച് വെച്ചു, അതാ കെട്ടിയൊക്കെ വെച്ചിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു റീലിട്ടത് വൈറലല്ല, കുറച്ച് വ്യൂസായി. അങ്ങനെ മറ്റേ 10,000 20,000 ഫോളോവേഴ്സിലേക്ക് പെട്ടെന്ന് കയറിപ്പോയി. അപ്പോൾ എന്നെ ഒരാളൊരു ചാനലിൽ ഒരു ഫ്രണ്ട്, സീനിയർ ആയിരുന്നു, കോളേജിൽ പഠിച്ച കണ്ട. കോളേജ് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ്, എന്ത് ചെയ്യാൻ പറയാതിരിക്കാൻ വയ്യ, വൃത്തിയിട്ട കോളേജാണെങ്കിലും. അവിടെ അപ്പം സീനിയർ ആയിരുന്നു പുള്ളി. ഇങ്ങനെ ചാനലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് വരാൻ പറ്റുമോ? പെയ്ഡാണ്, പേടിക്കേണ്ട, ഫ്രീ ആയിട്ടല്ല വിളിക്കുന്നേ എന്നെടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെന്തായാലും കാശൊക്കെ കിട്ടാൻ പറഞ്ഞിട്ട് പോയത്. ആദ്യം എടുത്തത് സുരഭി ലക്ഷ്മിയുടെ ഇന്റർവ്യൂ ആയിരുന്നു. പിന്നെ അതെ, പിന്നെ കുസൃതി ചോദ്യം ചോദിച്ചു തുടങ്ങി. സെഗ്മെന്റ് തുടങ്ങിയത് റിമി ടോമി ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ 1-1-3. പിന്നെ ഇതൊന്നും നോക്കാത്ത കുറച്ച് അതെ 1-4 ആവുന്ന അവസ്ഥയാന്നൊക്കെ. അല്ലെ, വേറെ ആരൊക്കെയോ ചെയ്തിട്ടുണ്ട് ടെലിവിഷനിൽ. പിന്നെ ഇതിപ്പോ നമുക്ക് വേറെ പരിപാടി ഫില്ല് ചെയ്യാനൊന്നും ഇല്ല, ഇന്റർവ്യൂ എടുക്കാനും അറിയത്തില്ല. എന്തേലും ആയി വരുന്നേ ഉള്ളൂ. ആൾക്കാർക്ക് എല്ലാവർക്കും തുടങ്ങാം. അതെ, ഇവക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റുമെങ്കിൽ ശരി ചെയ്യാന്നൊക്കെ. അങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങിയതാവാൻ റിലേറ്റ് ചെയ്ത് പറഞ്ഞെന്നൊക്കെ. പക്ഷെ ഇത്രയും മോശം ഒരു സാധനം വെച്ച് നോക്കിയ ഒരാൾ നന്നായി ഇതിനകത്ത് അങ്ങനെ പറയരുത്. ജോൺ ചേട്ടനാണ് കേരളത്തില് ഞാൻ ആദ്യമായിട്ട് കണ്ട സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. അതുകൊണ്ട് ജോൺ ചേട്ടനെ കുറ്റം പറയാം. രമേശ് പിഷാരടി ചേട്ടന്റെ ഒക്കെ ശേഷം ജോൺ ചേട്ടനായിരുന്നു. അപ്പൊ ജയരാജ് വാര്യർ ചെയ്യുന്ന കണ്ടിട്ടില്ല? എനിക്ക് ഓരോരുത്തരുടെ പേരൊന്നും പറയാൻ വയ്യ, മാറിപ്പോകും, ശരിയാവത്തില്ല. അപ്പൊ അങ്ങനെ പേര് മാറിപ്പോകുന്നതാണോ പോഡ്കാസ്റ്റിലേക്ക് ചാടാന്ന് വിചാരിച്ചത്? മറ്റേ ചാനലിൽ കയറി കുഴപ്പമില്ലാതെ പോവായിരുന്നു. അത്യാവശ്യം അപ്പോഴാ ഫേമസ് ഒക്കെ ആവുന്ന. ഫേമസ് എന്ന് ഉദ്ദേശിച്ചാൽ ഇങ്ങനെ അതെ, എയർലായി ഒരു വട്ടം. അത് അർജന്റീന, അതൊക്കെ അറിയാം. അതെ, കഴിഞ്ഞത് എത്ര 2 വർഷമായിട്ട് കേട്ടോണ്ടിരിക്കുക. എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? ഫേമസ് അല്ല, ഇങ്ങനെ കണ്ടു കഴിഞ്ഞൊരു 100 പേര് 2 പേരെങ്കിലും ഒക്കെ തിരിച്ചറിയുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ. 10 പേര് തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ ആ ചാനലങ്ങ് വളർന്നു വന്നു.
വന്നു. പിന്നെ പക്ഷെ അപ്പം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ആയി. വേറെ വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ചാനൽ. എന്നാൽ ഞാൻ ഫ്രീലാൻസറായിട്ടാണ് ഈ ചാനലിൽ നിൽക്കുന്നത്. എനിക്ക് സ്ഥിര വരുമാനമായിട്ടല്ല അവർ തരുന്നത്. എപ്പിസോഡ് എത്ര ചെയ്യുന്നു അത്ര. പിന്നെ അവിടെ കുറച്ചധികം പ്രശ്നം. മറ്റേ നമ്മുടെ ചാനലൊക്കെയാണ് മൂത്രം ഒഴിക്കാൻ പോലും വേറെ പുറത്ത് നീ ഇവിടുന്ന് പുറത്ത് മൂത്രം വെച്ച നീ വെക്കോ. അല്ല, അതാ പറഞ്ഞത്, അവര് സ്ഥിരമായിട്ട് എനിക്ക് വരുമാനം തന്നു നിർത്തി അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. ഇതിപ്പോൾ അങ്ങനെയല്ല, ഫ്രീലാൻസറായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഫ്രീലാൻസിങ് ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വേറെ ചാനലിൽ പോയി വർക്ക് ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് വേറെ വർക്കുകൾ വരുമ്പം ചെയ്യുന്നത് കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ കുറേ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നപ്പോഴത്തേക്കിനും അവിടെ ഈ ശബുഷ എന്താ പറയാ വഴക്കുണ്ടാക്കി ഇറങ്ങിയത്. വഴക്കുണ്ടാക്കി ഇറങ്ങി. ഇപ്പൊ അത് അല്ല ശരി, അത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ഫ്രീലാൻസിങ് ചെയ്യുന്നു പല പല അത് ബോബയാ ഇപ്പൊ ചെറിയ ശ്വാസം വിട്ടിട്ടുണ്ടോ? കഥ പറയട്ടെ. ഇല്ല, ഞാൻ തന്നെ മറന്നു പോകും. ഫാബ്രിക്കേറ്റഡ് ആ ഫുള്ള്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്നു. ഇത് എന്റെ ഒരു വെർഷൻ നടന്നത് വേറെ. ചാനലിന്റെ ആളാട്ടോ. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയിട്ട് വരാം. ശരി എന്നാ. എന്നിട്ട് കുറെ ചാനലിൽ ഇങ്ങനെ ഫ്രീലാൻസിങ് ഒക്കെ ചെയ്തായിരുന്നു. പല പല ചാനലുകളിൽ ആങ്കറായിട്ട് ഫ്രീലാൻസിങ് ഒക്കെ ചെയ്തു. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന വഴിയാണ് ഇങ്ങനെ ആലോചിച്ചത്, കുറേ പേരെ അറിയാം, നല്ല നല്ല യൂട്യൂബേഴ്സിനെയും കുറച്ച് ഗായികമാരെയും ഒക്കെ അറിയാം. അപ്പൊ ഈ അറിയുന്ന 2-3-4 പേരെ വെച്ചിട്ട് ചാനൽ തുടങ്ങിയാലോ. അപ്പൊ ഉണ്ടായിരുന്നു. മഹാദേവനോട് ആദ്യമേ പോയി പറഞ്ഞായിരുന്നു. മഹാദേവനാണ് ധൈര്യം കൊടുത്തത്. അതെ 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 അതെ. അറിയില്ലല്ലോ കമ്മിറ്റഡ് ആണ്. ആ സമയത്ത് മഹാദേവൻ റേഷൻ കട പോലെ പലർക്കും ധൈര്യം കൊടുത്തോണ്ടിരിക്കുക. ഞാൻ പഞ്ചായത്തിൽ പോണോ? ഞാൻ ചെയ്യാം. അവർക്ക് സ്റ്റുഡിയോ വേണോ, മൈക്ക് വേണോ, ആരാ വേണ്ട, എന്താ വേണ്ടേ? മഹാദേവനാണ് കൈമ കണ്ടേക്കണ മഹാദേവൻ മഹാദേവ്. അപ്പൊ ഇതെന്നെ ഉദ്ദേശിച്ച് തന്നെ പറയാത്തതാ. കൊച്ചു കള്ളി ഞരമ്പിന്റെ മേളിൽ അടിച്ചേക്കണേ. അല്ല, പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നോ? ഏതെങ്കിലും ചെറുക്കനൊക്കെ നോക്കി ചെറുക്കനല്ല പെണ്ണാണ് എന്തിനല്ലേ ഞാൻ എന്റെ കഥ പറയുന്നത്. പറഞ്ഞിട്ട് പോയാ പോരെ. ആരെയൊക്കെ നോക്കി ഇതെന്നോട് പറയാൻ തന്നെയാന്ന് എല്ലാരും അങ്ങനെ തന്നെ. മഹാദേവൻ മാത്രമല്ല. നിന്നെ സപ്പോർട്ട് ചെയ്താ എല്ലാരും ഇങ്ങനെ തന്നെയാണ്. ജോൺ ജോയ് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ജോൺ ജോയ്ക്ക് അങ്ങനെ ആൾക്കാരെ പെട്ടെന്ന് കല്യാണം കഴിച്ചുകൊണ്ട് ഇനിയിപ്പോ പേടിച്ച അങ്ങനെയൊക്കെയല്ലേ പറയാൻ ഇല്ലെന്ന്. ആ മനുഷ്യൻ ജീവിതത്തിൽ ആകെ ഒരു പെൺകൊച്ചിനെ നോക്കിയിട്ടുള്ളൂ. അതിനെ തന്നെ കല്യാണം കഴിച്ചു. പുള്ളിക്കാരന് ആകെ ജീവിതത്തിൽ ഒരു പെൺകൊച്ചിനെ നോക്കിയിട്ടുള്ളൂ. അങ്ങനെ പറയൂ. അതും സത്യം. ഒരുപാട് പേരോട് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് എന്നോട് തിരിച്ചാകെ പറഞ്ഞു. ഒഫ്താൽമോളജിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? ഒഫ്താൽമോളജി ചെയ്ത കണ്ണല്ലേ? കണ്ണല്ലേ? എന്നിട്ടും വളരെ ഷാർപ്പാ. ജോൺ ചേട്ടൻ പാവമാ. അത് പറഞ്ഞിട്ട് എന്നെ നോക്കണം. ജോൺ ചേട്ടൻ പാവമാ. അങ്ങനെ മഹാദേവൻ ഈ പറയുന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള പേപ്പർ വർക്കിന് വേണ്ടി ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരെ അറിയായിരുന്നു. 4 പേര് നമ്മളത് പറയണ്ടായിരുന്നു. ഇരിക്കട്ടെ, 4 പേരെ അറിയായിരുന്നു. അപ്പൊ ചാനൽ തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഓർത്തത്, ഒരു ചറ പറയാന്ന് എന്തോരം ചാനൽ, ചായ വടാന്നോ അങ്ങനെയൊക്കെ പോയി. ദൈവം, അങ്ങനെ ചാനൽ ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഒന്നും കൊടുക്കരുത്. അങ്ങനെയൊക്കെ അതേമാതിരി പേരുള്ള ചാനൽ വരെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒഴുക്കിന്റെ കൂടെ നീന്തിയിട്ട് കാര്യമില്ല. എതിരെ നീന്തിയാലേ എന്ന് കൊണ്ട് മനസ്സിലായി. ഫിലോസഫിക്കലായിട്ടൊക്കെ സംസാരിക്കും. അപ്പൊ പോഡ്കാസ്റ്റ് ചാനലാണ് അല്ല, ഇപ്പൊ സ്വന്തം ചാനലിൽ ഇപ്പഴിങ്ങനെ സംസാരിക്കുന്നത്. അവിടെ മാത്രം ഇതേ സംസാരിക്കുള്ളൂ. എന്റെ ഒരു 10% ബ്രെയിൻ സെല്ല് ഉണ്ടല്ലോ നല്ലത്, അത് ഞാൻ എന്റെ ചാനലിൽ ഉപയോഗിക്കും. ബാക്കി 90% മണ്ടത്തരമാണ്. അതാണ് ഉദ്ദേശിച്ചത്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ പോഡ്കാസ്റ്റ് ആയിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ മനസ്സിലായില്ലേ ഈ 10%-നുള്ള വില 90%-നായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. അങ്ങനെ ശസാം വന്നു, അർജു വന്നു, ഗൗരിലക്ഷ്മി വന്നു, വിറ്റിയും വന്നു, പിന്നെ അനന്തരാമൻ വന്നു. ഈ 5
മറ്റേ ലിസ്റ്റിനകത്ത് മൂന്നാമത് വിളിക്കായിരുന്നു എന്നെ. അതെ അതെ അതെ. ഞാനപ്പോ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ഗസ്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്, ചാനൽ ഇപ്പൊ തുടങ്ങിയുള്ളൂ, അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇത്ര നല്ല ക്വാളിറ്റി സാധനം പറഞ്ഞൊരു പുതിയ ചാനലാണെന്നുള്ള. അത് കളയണ്ട, പതുക്കെ വല്ലതും വിളിച്ചാൽ മതി. അത് പറഞ്ഞാലും അതെ, ദീർഘവീക്ഷണമുണ്ട്. പോയി നമുക്ക് എപ്പിസോഡിന് വ്യൂ ഇല്ല, മൂന്നാമതും പോയിരുന്ന് ഞാൻ ആരും വന്നില്ല ആൾക്കാർ വിചാരിച്ചേനെ. ഇല്ല, നിങ്ങൾ വന്ന എപ്പിസോഡിന് അത്യാവശ്യം വ്യൂസും റീച്ചും ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ നിങ്ങൾ ഏറെ കയറിയപ്പോ ഒന്നുകൂടെ കയറിയായിരുന്നു. എന്താ മറ്റേ പൂമ്പൊടി ഏറ്റു കിടക്കാതെ വാഴ നനയുമ്പോ ചീര നനഞ്ഞോട്ടെന്നാ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മളെ അവിടെ പോയി അപർണ ആൾക്കാർ തെറി വിളിച്ചായിരുന്നു. എന്നെയാണോ വിളിച്ചത്? എന്തൊക്കെയോ കമന്റ് നോക്കിയാൽ ഇവന്മാരൊക്കെയാണ് ഇവനെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു. അയ്യോ ചേട്ടാ പോലെ അതെ, അതൊന്നും സബ്സ്ക്രൈബേഴ്സ് ഇല്ലായിരുന്നു. അത്യാവശ്യം 1,00,000 സംതിങ്. മുമ്പ് ചാനലിൽ വർക്ക് ചെയ്തിരുന്നത് അതുപോലെ വൈറലായിട്ട് ഏതെങ്കിലും ബിറ്റുകളോ അല്ലെങ്കിൽ ഷോർട്സോ റീൽസോ അല്ലെങ്കിൽ വീഡിയോസോ ഓടിയിട്ടുണ്ടോ മുമ്പത്തെ ഉണ്ട്? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് വരുന്നത് കുറച്ചും കൂടി മറ്റേ ആ ഇന്റലക്ച്വൽ ആൾക്കാർ, അതായത് എന്റെ ഗുണം കൊണ്ടല്ല, വന്ന ഗസ്റ്റുകളുടെ ഗുണം കൊണ്ടാണ്. ഇപ്പൊ അനന്തരാമനൊക്കെ വന്നപ്പം എത്തിസം ഒത്തിരി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ ഷോർട്സ് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് റീച്ച് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ പോഡ്കാസ്റ്റിൽ വരുന്ന ആളുകൾ കുറച്ചും കൂടി ഭയങ്കര ക്വാളിറ്റി ഫ്രേസസ് പറയും, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, സ്നേഹത്തിനെ കുറിച്ച്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അതായത് മറ്റേ അല്ല, നിങ്ങളുടെ ഫൺ പോഡ്കാസ്റ്റ്, ഞാൻ നിങ്ങളുടെ ഫൺ പോഡ്കാസ്റ്റ്, ഞാൻ ഉദ്ദേശിക്കുന്നത് നോളജ് ട്രാൻസ്ഫർ ആണ്. എനിക്കില്ല, വരുന്നവരുടെ കയ്യിൽ നിന്ന് നാട്ടുകാർ കൊടുക്കും. അതെ, അവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ് എന്റെ ജോലി. സത്യം. അതായത് ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രഷറാണ്. അവരുദ്ദേശിക്കുന്ന എന്തെങ്കിലും ക്ലിക്ക് ബൈറ്റ് കിട്ടണം, പിന്നെ എന്തെങ്കിലും ഒരു ചർച്ചാ വിഷയം കൊണ്ടുവരണം, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഗസ്റ്റിനോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. അതായത് അവർക്കൊരു കൺസിഡറേഷൻ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ചാനലിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടിയത് മതി, അത് വെച്ചിട്ട് ഞാൻ ഓടിച്ചു. ഇത്രയും എപ്പിസോഡ് ഇറക്കണം അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഷറിനെക്കാട്ടിലും പ്രഷറാണ് ഈ സാധനം കിട്ടുക. മറ്റേ യൂട്യൂബ് ചാനൽ ഇൻക്ലൂഡ് അവര് മറ്റേ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു 15 മിനിറ്റ് എടുക്കണോ, അരമണിക്കൂർ എടുക്കണോ, വേറെ എന്തെങ്കിലും വിഷയം കുത്തിക്കേറ്റിയൊക്കെ ചോദിപ്പിക്കും. അങ്ങനെ അവർ ആ റീച്ച് പിടിക്കും. അവർക്കറിയാലോ ഇത് പറഞ്ഞ ഓടും. ഞാൻ പോയിട്ടുള്ള ഇന്റർവ്യൂക്ക് ചില 1-2 സാധനം ഇറക്കിയിട്ടില്ല. ചാനലിന്റെ പേര് പറഞ്ഞാൽ അവരിതുപോലെ ആ സമയത്ത് വെറുതെ ട്രെൻഡിങ്, നമ്മളായിട്ടൊരു ബന്ധമില്ലാതെ, അതായത് നമ്മളെ ചിലപ്പോൾ തെറി കിട്ടും നമുക്ക് അത് പറഞ്ഞ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ ഒരാവശ്യമില്ലാത്ത ആൾക്കാരുടെ സാധനങ്ങളെ കാണിച്ചിട്ട് ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിക്കും. എന്തിനാ പറയണേ, അതില്ല ഇതുവരെയുള്ള സാധനം അത്ര എന്ന് വെച്ചാൽ ഇവർക്കും അറിയാം ഇത് അതിനപ്പുറത്തോട്ട് ഓടാനുള്ള ഒന്നുമില്ല. നമ്മളിരുന്ന് നോർമലായിട്ട് നമ്മുടെ കാര്യം പറഞ്ഞിട്ട് പോകാന്നിരിക്കുമ്പോൾ അവർക്ക് വേറെ സാധനമാണ്. അപ്പം നമ്മളിരിക്കുമ്പോൾ തന്നെ പറയും മറ്റേ വിചാരിച്ച പോലെ വന്നില്ല, അപ്പൊ നമുക്കറിയാം ഇത് ഇറങ്ങൂലായിരിക്കും. അങ്ങനെ കട്ട് ചെയ്ത് കളയാറുണ്ടല്ലോ നമ്മുടെ ഇന്റർവ്യൂ, വരാതിരിക്കും. അതെ അതെ. അതുപോലെ ഒരു ഇൻഫ്ലുവൻസർ അല്ല, പുള്ളി ഒരു നല്ലൊരു യൂട്യൂബറാണ്. പുള്ളിയുടെ ഇന്റർവ്യൂ ഞാൻ എടുത്തു. ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചാനലിൽ. അപ്പോൾ പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കഥ പറഞ്ഞു അതിനകത്ത്. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞിട്ട് ഓണറിനെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഇടല്ലേ, ബാക്കിയെല്ലാം ഇട്ടോ, എനിക്കത് ഇപ്പം അതിങ്ങനെ പറയാനോ അതിനെക്കുറിച്ച് സിമ്പതി കൊണ്ടുവരാനോ എനിക്ക് താല്പര്യമില്ല. ആ ഇന്റർവ്യൂവേ ഇട്ടില്ല. അതുകൊണ്ട് അതായത് അതാണ് സെല്ല് ഞാൻ ഇരുന്നിരുന്നത്. അത് ഇടരുതെന്ന് പറഞ്ഞാൽ എനിക്ക് നിന്റെ ഒന്നും ഇടുന്നില്ല അങ്ങനെ, മനസ്സിലായില്ലേ? അതോ ആ പുള്ളി ഭയങ്കര ഫേമസ് ആണ്, ഒരു 1 മില്യണിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. ഇട്ട എന്തായാലും അത്യാവശ്യം ഒരു മിനിമം ആ മുടക്കിയ പൈസ എങ്കിലും തിരിച്ചു കിട്ടിയേനെ. പ്രശ്നമുണ്ട്, അതായത് ആൾക്കാര് അങ്ങനെ ഒരു ഫേമസ് ഒരു ഇൻഫ്ലുവൻസർ അല്ല അങ്ങനത്തെ ഒരു നടൻ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ സാധനങ്ങൾ പറഞ്ഞാൽ കമന്റ് പേര് പറയാൻ പറ്റത്തില്ല. പേര് ഭയങ്കര ഇമ്പോർട്ടന്റ്. എല്ലായിടത്തും പേരൊരു പ്രശ്നമുള്ള ഒരു സമയം അല്ലാണ്ട് കേൾക്കണ കാലം കഴിഞ്ഞു. ശരിയാ, പക്ഷെ പേര് പറയാൻ നമ്മൾക്ക് ബന്ധമുള്ള ഒരാളായിരുന്നെങ്കിൽ പറയായിരുന്നു. പേരൊന്നും പറയണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ആളുകൾ കേട്ടിട്ടെങ്കിൽ പറയാൻ സോറി, കുറ്റൊന്നും പറയാനില്ല. കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. 15 മിനിറ്റ് എന്തെങ്കിലും എടുത്തോണ്ട് പോവാന്നൊക്കെ
എന്നാ പിന്നെ നമുക്ക് ഹേമ കമ്മിറ്റീനെ പറ്റി ചർച്ച ചെയ്യാം. പേരുകളില്ലാത്തൊരു വിഷയം. എന്നിട്ടാ അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പൊ ഇത്രയായി കഴിഞ്ഞു. അതിന്റെ പേന്ന് പറഞ്ഞൊരു കഥയില്ലാത്ത കൊച്ചാ. ഇതൊന്നും കിട്ടത്തില്ല. ഇതിലൊന്നും ഇല്ലെന്ന് ലൈഫ് സ്ട്രഗിൾ ഇല്ല, പഠിച്ചപ്പോ തന്നെ ജോലി കിട്ടി, അങ്ങനെ പറയരുത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലേ? ഇൻഡസ്ട്രി വരെ ഒരു പെൺകുട്ടിക്ക് ഫേസിന്റെ ഒരു പ്രശ്നങ്ങൾ അപർണ ഫേസ് ചെയ്തിട്ടില്ല. ഇനി ഇതിനെ നമുക്ക് എന്ത് കിട്ടും? എന്താ വരുന്നുണ്ട് എന്നെ കാക്കനോട് പട്ടി അടിച്ചിട്ടില്ല. ആ പട്ടി ആരാന്ന് എനിക്കറിയാം. 6ാമത്തെ എപ്പിസോഡ് മഹാദേവനെയാണോ ഉദ്ദേശിച്ചത്? ഉപദ്രവകാരി അല്ലാന്ന് പറയാൻ അർജുൻ 2ാമത്തെ എപ്പിസോഡിലല്ലേ? അതല്ല, അർജുനെ കുറിച്ച് ഒന്നും ചോദിക്കത്തില്ലെന്ന് പറഞ്ഞ മഹാദേവൻ തന്നെ ഒരു 10,000 വട്ടം നാരായണ തമാശ കാണിക്കരുത്. അർജുനെ വിളിച്ച് സംഭവം നമുക്ക് അർജുനെ വിളിച്ചിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ അവരെ മനസ്സിലായി. അപ്പോഴേ മനസ്സിലായി. അല്ല, ആ തമാശ ചീഞ്ഞു പോയേനെ കേട്ടോ. ഇത് കാണുമ്പോ അർജുൻ ചോദിക്കാനെങ്കിലും വരും. അപ്പോഴെങ്കിലും നമുക്ക് അർജുനെ പിടിച്ചിരുത്താൻ ഞങ്ങളുടെ വിചാരം. ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് എന്തായാലും വരത്തില്ല. ലൈഫ് സ്ട്രഗിൾ എന്തോ ആലോചിക്കായിരുന്നു ഞാൻ. ഇല്ല, അങ്ങനെ ലൈഫ് സ്ട്രഗിൾ എന്ന് പറയാൻ ഒന്നുമില്ല. പക്ഷേ ഈ ജോലിയൊക്കെ കിട്ടി ഇങ്ങനെ സെറ്റിൽ ആയിട്ടിരുന്ന സമയത്ത് അച്ഛൻ മരിച്ചു പോയത്, അത് ഭയങ്കര മെന്റലി ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് ശരിക്കും എനിക്ക് ഊർജം കൂടുതൽ തരുകയേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ നല്ല രീതിയിൽ, അങ്ങനെയല്ല, അച്ഛൻ മരിച്ചു പോയ ഇൻസിഡന്റിനെ ഞാൻ നല്ലതാക്കി മാറ്റുമായിരുന്നു ചെയ്തത്. അത്രേ ഉള്ളൂ. അതെ. പിന്നെ നമ്മളെല്ലാം ഭയങ്കര നൈമിഷികമാണ്. ഇന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. മനസ്സിലായില്ലേ? മനസ്സിലായി. അതെ. അതായത് ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ വരുമായിരുന്നു, കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ ഉണ്ട്. അതെനിക്കുണ്ട്. അത് തന്നെ സത്യം. എനിക്ക് ആഗ്രഹം ശരിക്കും മോഡലിംഗ് സിനിമയൊക്കെ അല്ലായിരുന്നു. ശരിക്കും ജേർണി അതെ. അതായത് മോഡലിംഗും സിനിമയുമായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ കിടന്ന സിനിമയാണ് അൾട്ടിമേറ്റ്. ചെയ്തിട്ടില്ല, ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഭയങ്കര സിനിമ ഭ്രാന്തനായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ ക്യാമറമാനായിരുന്നു. അതുകൊണ്ട് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മായക്കണ്ണം കാണുന്നതിനേക്കാൾ കൂടുതൽ കണ്ടിരുന്നത് മറ്റേ സ്ഫടികത്തിലെ മുണ്ടൂരിയുള്ള അടിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ലാലേട്ടൻ മറ്റേ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു, അതെല്ലാം സംഭവം. അപ്പോഴത്തേന് എനിക്കും പൊങ്ങി വരണം, എനിക്കും മുണ്ടൂരി അടിക്കണം, അതൊക്കെയായിരുന്നു മനസ്സിന്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നൊക്കെ സിമ്പിളായിട്ട് അത്ര പറഞ്ഞാൽ മതി. അതല്ല സെന്റൻസ് ആയിട്ട് മോശം പറയാൻ വരുമായിരുന്നു. ഒറ്റ വാക്കി പറയാൻ ഐഡന്റിറ്റി അതായി ഞാൻ ഇന്ന് പറയുന്നില്ലേ. സിനിമയാണ് അൾട്ടിമേറ്റ്. അതെ, പഠിക്കാൻ, കാരണം അഭിനയിക്കാൻ അറിയത്തില്ല. പക്ഷെ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. അത് തോന്നുന്നതാ. അല്ല, അപ്പം എനിക്ക് പറ്റാറുള്ളതാ. ചോദിക്കാൻ വന്ന ചോദ്യം മറന്നുപോയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പൊ അടുത്ത സാധനം കുസൃതി ചോദ്യം ഇല്ലല്ലോ. ആരെങ്കിലും പറയാറുണ്ടോ എന്താണ് കള്ളുകൂടി നിർത്തി? ശരിക്കും ഇപ്പൊ പോഡ്കാസ്റ്റ് മറ്റേ എനിക്കൊന്നും നേരത്തെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. ആൾക്കാർ വരുമ്പോ പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പൊ നമ്മളാണ് പരിചയമുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലാതെ ആൾക്കാരോട് സംസാരിക്കാൻ എന്തായാലും കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണമല്ലോ. അപ്പം അങ്ങനെ ഇപ്പൊ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തും. കാരണം ചോദ്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് ഒരു ഉണ്ടാക്കി ചോദിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ നമുക്ക് ഞാൻ ഒന്നുകൂടെ അവിടെ നിന്ന് കണ്ടിട്ട് എവിടെയും പറഞ്ഞാൽ ചൊയ്യ ചളി കുറച്ചിറക്കണം. ഇല്ല, മാധവനോട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാനാ? ഇതിന് ഇൻസ്റ്റയിലുള്ള ഡിമാൻഡ് കാണണല്ലേ? ഇതൊക്കെ ആദ്യമായിട്ട് അടിക്കുന്നല്ല, ഇത് 3 സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് കാര്യം എനിക്ക് തള്ളമായി വായി തുടങ്ങി. അതുകൊണ്ട് ആ ലെവല് തമാശ പറഞ്ഞാൽ അത് എടുക്കും. മഹാദേവന് തള്ളമായി വായാലും മഹാദേവൻ എടുക്കുള്ളൂ.
അയ്യോ ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കും, അതല്ലേ ഈ പറഞ്ഞത്? ഉള്ളത് പറഞ്ഞാൽ ചിലപ്പോ വിശ്വസിക്കും, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാ കുഴപ്പം. വേണ്ട, എവിടെ നിർത്തിയത്? സ്ഥിരം നമ്പേഴ്സ്, ചെയിൻ ഓഫ് നമ്പേഴ്സ്. മഹാദേവന്റെ ചീഞ്ഞു പോകുന്ന തമാശകൾ. അതല്ല, അപ്പം പോഡ്കാസ്റ്റ് ഇപ്പൊ ചെയ്യുമ്പോഴും അങ്ങനെ ക്വസ്റ്റ്യൻ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് പോകും, എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോ സംസാരിച്ചു തുടങ്ങുമ്പോ എന്താണോ ഒതന്റിക് ആയിട്ട് ശരിയാ, ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ അതെ അവിടെ നിന്ന് പൊക്കോളൂ. അതുകൊണ്ട് എനിക്ക് വർത്താനം പറയാൻ, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ വർത്താനം പറഞ്ഞ് പൊക്കോളൂ. പക്ഷെ എപ്പോഴും മനസ്സിലൊരു ബോധം ഉണ്ടായാൽ മതി, ഇത് ആൾക്കാർ കാണുന്നതാണ്. എഡിറ്റിംഗ് പിടിക്കാലോ, എഡിറ്റിംഗ് പിടിക്കാനൊന്നും പറ്റില്ല, അൺഫിൽറ്റേർഡ് അല്ലേ. അൺഫിൽറ്റേർഡ് എന്നല്ലേ പറയുന്നത്, ഞാൻ പറയുന്നത് മാത്രമേ കട്ട് ചെയ്തുള്ളൂ. അതെ ഞാൻ പോയപ്പോ ഞാൻ എന്റെ സാധനം മൊത്തം കട്ട് ചെയ്തു. അല്ലല്ല, അനീസിന്റെ അവിടെ കുറെ ബീപ്പിടേണ്ടി വന്നു, അത് ശ്രദ്ധിച്ചായിരുന്നോ? കുറെ കട്ടും ചെയ്തോളൂ. എന്റെ അൺഫിൽറ്റേർഡ് പോഡ്കാസ്റ്റ് ആദ്യമായിട്ട് കട്ട് ചെയ്ത് എന്റെ കണ്ടന്റ് അല്ലല്ല, കുറച്ച് ബീപ്പിട്ടത് എനിക്ക് ഓർമ്മയില്ല, കട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ആണോ? അതെന്താന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അതെന്താന്ന് എനിക്ക് ഓർമ്മ. അത് ഞാൻ ഇവിടെ പറയാം, ഇവിടുത്തെ എഡിറ്റ് ഞാനാ നോക്കുന്നത്. കള്ളന്റെ താക്കോല് കൊടുക്കുന്നു കേട്ടിട്ടേ ഉള്ളു, കണ്ടു. എഡിറ്റർക്ക് ഭയങ്കര ഇഷ്ടം, ഒന്നും വെട്ടണ്ട, ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ചേട്ടൻ ഇതൊക്കെ മോശമല്ല, എന്ത് മോശം, ഇതാണോ മോശം, ഇതൊക്കെ അല്ലേ വേണ്ടതെന്നൊക്കെ. അനീസിന്റെ ഒരു ചാനൽ തുടങ്ങാനുള്ള ഭാവി ഞാൻ കാണുന്നു. അനീസിന്റെ ചാനലുണ്ട്. ആണോ? അങ്ങനല്ല, ഇങ്ങനെ ഇന്റർവ്യൂ ചാനല്, മഞ്ഞപത്രം പോലത്തെയൊക്കെ ഉണ്ടോ? ദൈവമേ, അപ്പൊ നമ്മള് മറ്റേ തെറി വിളിക്കുന്നത് മറ്റേ നീലക്കുയിൽ ഇവന്റെ ആണോ? നീല മാത്രമല്ല, കുയിലില്ല. ഈ യൂട്യൂബ് ചാനലൊക്കെ ആൾക്കാർ തുടങ്ങിയ കാലഘട്ടത്തിൽ എനിക്ക് ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പയ്യൻ ഇപ്പൊ വന്നല്ലേ എന്നൊക്കെ എനിക്കൊക്കെ ഇപ്പോഴും റിവ്യൂ തുടങ്ങി. ഞാൻ 2015 റിവ്യൂ ചെയ്തതാണ്. പിന്നെ ഞാൻ നിർത്തിയത്. അപർണ എല്ലാവർക്കും ചാനലായപ്പോ എനിക്കും മടുത്ത് ഞാൻ നിർത്തി. കോഴി നിറച്ചതുണ്ടാക്കിയ ഒരു വീഡിയോ എന്റെ പേര് ചിക്കൻ ഫിൽഡ് വിത്ത് ലവ്. ഒരു ചിക്കൻ ചിക്കൻ ഫിൽഡ് വിത്ത് ലവ് എന്നൊക്കെ ശരിക്കും എനിക്ക് അങ്ങനെ വീഡിയോസ് ഒക്കെ ഉണ്ട്. 10 വർഷം മുന്നേ ആണെന്നേ ഉള്ളൂ. ഞാൻ ഫുഡ് ബ്ലോഗ് ചെയ്യുമായിരുന്നു, മറ്റേ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുമായിരുന്നു, സിനിമ റിവ്യൂ, അങ്ങനെ ഒരു ചാനൽ, എല്ലാ ചാനലുകാരും ചെയ്യുന്നത് ഞാൻ ഒറ്റ ചാനൽ ചെയ്യുമായിരുന്നു. ഞാൻ നോക്കി ഇതിനെല്ലാം ആൾക്കാർ വേറെ കുറച്ച് ഞാൻ ചെയ്തോണ്ടിരുന്ന ആൾക്കാർ സെഗ്മെന്റ് ആയിട്ട് തിരിച്ച് വേറെ തുടങ്ങാൻ തുടങ്ങിയപ്പോ ഞാൻ മൊത്തത്തിൽ ചാനൽ നിർത്തി. പിന്നെ ക്ലിക്ക് ആയത് സ്റ്റാൻഡപ്പ് കോമഡി, പിന്നെ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് തിരിഞ്ഞു. അപ്പൊ പറയണം, ക്ലിക്ക് പോലെ ആളില്ലാത്ത ഫീൽഡാണ് എനിക്കിഷ്ടം. ഞാൻ നോക്കി സ്റ്റാൻഡപ്പ് കോമഡി ആകെ 2-3 പേരേ ഉള്ളൂ, ഞാനും കൂടെ. ഒരാള് ജോൺ ചേട്ടനായിരുന്നു, രണ്ട് മഹാദേവൻ, പിന്നെ ദീപക്ക് ശബരി. അപ്പൊ ഞാൻ ഇവിടെ കാണാൻ ആളില്ലാത്തൊരു ഫീൽഡാണ്, പെർഫോം ചെയ്യാൻ ആളില്ലാണ്ടിരുന്നായിരുന്നല്ലോ, കാണാനും ആളില്ല. അല്ല, നിങ്ങൾ ഏറെ കയറിയപ്പോ നിങ്ങൾക്ക് ശരിക്കും മെന്റലി വിഷമം വന്നായിരുന്നു? നമ്മള് അതൊരു ടീമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിനൊരു ഫണ്ട് ഇതിൽ തന്നെ എടുക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഇതിനെ ഭയങ്കരമായിട്ടൊക്കെ ചെറിയ ചെറിയ തെറികൾക്ക് പോലെ റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണമായിരുന്നു ഇപ്പോഴാണ് അത്. അല്ല, എനിക്ക് കമന്റുകളൊക്കെ ഭയങ്കര ട്രിഗറിങ്, എനിക്ക് ഭയങ്കര ട്രിഗർ ആവും. ഇതിപ്പോ എന്റെ ഒരു റീലിന്റെ ഡീൽ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പക്ഷെ ഒരു കൂട്ടത്തിന് ഫുള്ള് തെറിവിക്കല്ലേ. അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിയേറ്റീവ് കമന്റ് ഏതായിരുന്നു? ഓ, അതിലൊന്നും ക്രിയേറ്റ് ചെയ്യില്ല, ഇത് പണ്ടേ ഉള്ള ഭരണിപ്പാട്, ജസ്റ്റ് തെറി കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യാനുള്ളത്. ഇടയ്ക്ക് ചില ഫോൺ കോളുകൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു. മാനേജറുടെ നമ്പറിൽ അല്ല, നിങ്ങൾക്കാർക്കും ഇങ്ങനെ പ്രോപ്പർ സൈബർ അറ്റാക്ക് കിട്ടിയിട്ടില്ലെന്നായിരിക്കും. നമ്മുടെയാണ് ശരിക്കും പ്രോപ്പർ സൈബർ അറ്റാക്ക്. അടുത്തിടയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല സൈബർ അറ്റാക്ക് നമുക്ക്. പക്ഷെ അത് വളരെ ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയത്. കടവന്തരല്ലായിരുന്നു ഷൂട്ട്. നല്ല കാര്യം പറഞ്ഞു വരുമായിരുന്നു. വേണ്ട, ഇതൊന്നും കട്ട് ചെയ്യല്ലേ, ഞാൻ കട്ട് ചെയ്തോ, ഇതൊന്നും കട്ട് ചെയ്യല്ലേ. ഓ, പിന്നെ നോർത്തിലും വർക്കാവില്ല. എന്താ പറയാ, മഹാദേവൻ എന്താ പറ്റിയേ? ബോംബ് കുടിച്ചിട്ടാണോ? ഇത് നല്ല സാധനം അല്ലേ? ബോംബ് എന്താണ്ട് അതൊരു നഷ്ടബോധം ഉണ്ട്. അതാ ഇന്ന് പറയുന്നത്. ഈ എപ്പിസോഡ് ഇതിലേ ഓടത്തുള്ളൂ, നമുക്ക് ഇവിടെ അടിക്കാം. ഈ ഹർ ഹർ മഹാദേവൻ അടിച്ചത് ദൈവത്തോടുള്ള ഭക്തിയാണ്. അതിനെനിക്ക് തന്നെയൊക്കെ പ്രായമൊന്നുമില്ലടോ, എനിക്ക് 27 വയസ്സ്. എനിക്ക് 26 വയസ്സ്. അന്ന് ചിലപ്പോ പൈസ കൂടി അന്നത്തെ ഒരു ഉദ്ദേശം ഉണ്ട്. കുറഞ്ഞല്ലേ ഒരു വയസ്സ്, അന്ന് 2 വയസ്സ് രണ്ടുകൊല്ലം കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്.
അതെ, ഞാൻ വളർന്നില്ലെന്ന് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അന്ന് തകർന്നു നിൽക്കണം, പിന്നെ വളർന്നിട്ടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ വെറുതെ ഇപ്പൊ മനസ്സിലായി. ശരിക്കും എന്നൊക്കെ പ്രായം മുത്താന്ന് എന്റെ അടുത്ത് പറഞ്ഞു. വേണ്ട ചാറ്റിടിക്കണ്ട മാധവ, റിസ്കാ. നമ്മൾ അന്ന് എന്തൊക്കെ പറഞ്ഞു അറിയില്ല. ഇടയ്ക്കെങ്കിലും ഇച്ചിരി സത്യം പറയാ കേട്ടോ. അന്ന് മഹാദേവൻ പറഞ്ഞത് മഹാദേവന് തേപ്പ് കിട്ടിയ കഥ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും ആദ്യത്തെ മൂവതാ. ഞാൻ സിൻസിയർ ആയിട്ട് പറഞ്ഞു, ഇതിപ്പോ കൊട്ടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോബൻ ആരമോട് മഹാദേവ് ഉള്ളു തുറക്കുക, പുറത്തേക്ക് വരട്ടെ. അതെ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ ഭയങ്കര എക്സ്ട്രീം ഇൻട്രോവേർട്ട് ആയിരുന്ന സമയത്ത് ഇന്റർവ്യൂ എടുക്കുമ്പോഴും നമ്മളെ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത് തീരാറായപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കംഫർട്ടബിൾ ആയില്ലേ. എന്നിട്ട് എനിക്ക് ആ സമയത്ത് ഏറ്റവും കംഫർട്ടബിൾ കൂടുതൽ. അതെ അതെ, അത് സത്യമാണ്. മുഖത്തോടെ നോക്കണ്ടല്ലോ, ടൈപ്പ് ചെയ്തിട്ടാ പോരെ. പക്ഷെ ഞാൻ മുഖത്തൊക്കെ വൃത്തിയാണെന്ന് പറയത്തില്ല. ഞാൻ മുഖത്ത് നോക്കിയ വൃത്തിയോട് പറയാറുള്ളൂ. ഞാൻ ചാറ്റിൽ നിന്ന് ആരും വൃത്തിയല്ല. ഞാൻ വേണേ വിളിച്ചു വരുത്തി ക്യാമറ വെച്ചിട്ടൊക്കെ പറയാറുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ പറയട്ടെ. ഇവിടെ ഈ കറക്റ്റ് സമയത്ത് 30 സെക്കൻഡ് ആഡ് വരും, ആൾക്കാർ നിർത്തിയിട്ട് പോകും, എന്റെ കഥ കേൾക്കില്ല. നീ പേടിക്കണ്ട, നമുക്ക് വീഡിയോ ആഡ് വരത്തില്ല. അപ്പൊ ഞാൻ പറയാം, നമ്മളപ്പോൾ ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഭയങ്കര അപ്പൊ എനിക്ക് എൻ്റെ ആ സമയത്ത് ഏറ്റവും വലിയ പേടി എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ആയിട്ട് മറ്റേ കുറച്ചുകൂടെ ആ റൂറൽ ഏരിയ എന്ന് പറഞ്ഞു. എനിക്ക് അത്രയും ഞാൻ പഠിച്ചത് ബോയ്സ് സ്കൂളിൽ. ഞാൻ ഇതുവരെ +2 പഠിച്ചപ്പോൾ ഇതുപോലെ 49 പെൺപിള്ളേരുടെ ക്ലാസ്. ഞാൻ മിണ്ടാത്തൊരു 35 പേരുണ്ട് ഇപ്പോഴും സീരിയസ് ആയിട്ടും. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് പെൺപിള്ളേരോട് മിണ്ടാൻ പേടിയും ചമ്മലും ഒക്കെ. പറയും നിർത്താന്നല്ലേ, പേടി ഷൂട്ട് ചെയ്യണ്ടെന്ന്. അതെ, ഓഫ് ചെയ്തു പേടിയും ചമ്മലും ഒക്കെ ഉണ്ട്. അപ്പം എനിക്കിതുപോലെ ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അതായത് എനിക്കും ആ സമയത്ത് എൻ്റെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാതല്ല ഒരാളോട് സംസാരിച്ചാൽ അവർക്ക് ആദ്യം തോന്നണത് നമ്മൾ എറിയാൻ നോക്കുമായിരിക്കും എന്നാ. ഇയാള് ഫോൺ വിളിച്ച് ശല്യം ചെയ്യണം, നമ്മളങ്ങനെ നോക്കാൻ വേണ്ടി അല്ല, അങ്ങനെ ട്രൈ ചെയ്യുന്നതായിരിക്കും എന്നുള്ളൊരു സാധനം പെണ്ണുങ്ങൾ വിചാരിക്കും എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ സംസാരിച്ച് 2ാമത്തെ ദിവസം കണ്ട് ചെയ്ത് പറഞ്ഞിട്ടില്ലേ ഏത് അല്ല, അതാ ബാക്കി എല്ലാ കുറ്റം പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉദ്ദേശമില്ല. ക്യാമറയുടെ മുന്നിൽ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ക്ലിയർ ആയിട്ടത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വയസ്സ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാന്ന് എനിക്ക് അല്ല, എന്റെ ഓർമ്മയില് മഹാദേവൻ എന്റെ സെയിം പ്രായമോ മൂത്തതോ ആണെന്നാണ് സീരിയസ് ആയിട്ട് ഞാൻ പറയാം. അതായത് എനിക്കറിയാം അപർണ പ്രേംരാജൻ എന്നൊക്കെ പ്രായം കൂടുതലാണ്. ഞാൻ ഇപ്പോഴും ഇത്രയും നേരം പോഡ്കാസ്റ്റ് സംസാരിച്ചു അപർണ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചേച്ചി എപ്പോഴും പറയുന്നു. അതെ അതെ, കുഞ്ഞേച്ചി ചട്ടപ്പൂ ചട്ടപ്പും പപ്പും. എന്നിട്ട് എന്താ ഞാനിപ്പോ ആലോചിക്കുന്നത് ഈ പോഡ്കാസ്റ്റിന് എന്ത് ടൈറ്റിൽ ഇടുന്ന മഹാദേവൻ നഷ്ടബോധം എന്നായിരിക്കും. മിക്കവാറും ഞങ്ങൾ അർജു കട്ട് ചെയ്തിട്ട് മഹാദേവൻ നഷ്ടബോധം, നഷ്ടസ്വപ്നങ്ങള്. ഒരു സൈഡിൽ അപർണിരിക്കുന്ന, ഇപ്പുറത്തിങ്ങനെ മറ്റേ ഹാർട്ട് പൊട്ടി മഹാദേവൻ ഇരിക്കുന്ന 2 ഫോട്ടോ വെച്ച് ഞങ്ങൾ പിടിക്കുന്നത്. ഇതിൽ നമ്മൾ സൂപ്പർ. ഈ സാധനം വെട്ടി ഹൈലൈറ്റിലിടും. അതിനാണല്ലേ ഞങ്ങളോട് ഒരുമിച്ചിരിക്കാൻ പറഞ്ഞത്. ഇപ്പോഴല്ലേ കുട്ടൻസ് അതിനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഇവരെ കളിയാക്കാം. പറയൂ എന്താണ് ഈ വിഷയം നിർത്തി. ഞാൻ കുറ്റക്കാരനല്ലേ, ഞാൻ പറഞ്ഞല്ലോ മഹാദേവൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ലെന്ന്. പ്രായം കുട്ടി ഞാൻ സീരിയസ് ആയിട്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രായം സംസാരിച്ചിട്ടില്ല എന്നുള്ള. എനിക്കറിയാവുന്ന പ്രായത്തിന് മൂത്ത ആളാണെന്നുള്ള. അപ്പൊ വെറുതെ ഒരു ചേച്ചി എന്നുള്ള സാധനം വരണ്ടല്ലോ. പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിച്ചതായിരിക്കും തെറ്റിദ്ധരിച്ചത്. ഇത് കേൾക്കുമ്പോഴേ അറിയാൻ വെറുതെ. കാരണം ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു വിടാനായിട്ടുള്ള ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സത്യം പറയണ്ട. അപർണ പ്രേംരാജിന് ഒരു മറ്റേ പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. മറ്റേ ആ റീലിൽ വരുന്നത് ഒരു മ്യൂസിക് മറ്റേ ഇങ്ങനെ ഏത് കഥയാന്ന് ആലോചിക്കുന്നത് പോലെ വിഷയത്തിന് പോലെ 30 സെക്കൻഡ് പിടിക്കും. മറ്റേ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ. അതായത് ഞാൻ ആ മ്യൂസിക് ഓർക്കണല്ലോ, ഭയങ്കര പോപ്പുലർ. അതായത് ഞാൻ ഇത് ചെയ്യൂല എന്നുള്ള സാധനം പറഞ്ഞിട്ട്, അതായത് അങ്ങനെ ഐ ക്യാൻ ക്ലീൻ ഐ ക്യാൻ കുക്കുന്നു അങ്ങനെ കണ്ടൊരു അങ്ങനെ സാധനം അല്ലായിരുന്നു. അതെന്താണെന്നറിയോ, ഞാൻ പറഞ്ഞുതരാം.
ഒരു പെണ്ണ് ഒരു കപ്പിൾസ് ഇൻഫ്ലുവൻസേഴ്സാ അബ്രോഡുള്ളതാ അബ്രോഡുള്ള ഇപ്പൊ അവരെ ഈ സാധനം ട്രെൻഡ് ആയിരുന്നു. അതായത് ഐ ഡോണ്ട് കുക്ക് ഐ ഡോണ്ട് ക്ലീൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് മറ്റേ ക്രെഡിറ്റ് കാർഡ് കാണിക്കും. അപ്പോഴത്തേക്കിന് എന്താ എസ് ഡു ദ കുക്കിംഗ് എസ് ഡു ദ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പം എനിക്ക് ഭയങ്കര ട്രിഗറായി എന്നിട്ട് ഇതിനടിയിൽ പോയിട്ട് വരത്തറി വിളിച്ചു വിളിച്ചല്ല ഇങ്ങനെ മിസ്ലീഡിങ് ആയിട്ടുള്ള കോണ്ടന്റ് ഇടരുത്. അതായത് സ്ത്രീകൾ എന്താ പോരാടുന്നത് എന്തിനാണ്, അതായത് വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞ് സ്ത്രീകൾ പോരാടുന്നത് അവർ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതിനെതിരായിട്ടാണ് ഈ റീൽ നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഞാൻ ഈ ജോലിയൊന്നും ചെയ്തില്ല, പക്ഷെ ഭർത്താവ് പൈസ തന്നാൽ ഞാൻ ഈ ജോലിയെല്ലാം ചെയ്യും എന്ന് പറയുന്നത് ഇസ് വെരി ബാഡ്. അതായത് ഇതുപോലത്തെ കുറെ കൊമ്പ ഞാനും വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് എനിക്ക് ട്രിഗറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊന്നും കൊണ്ടല്ല, ആവശ്യത്തിന് ട്രിഗറായപ്പോ ഞാൻ പോയിട്ട് മഹാദേവനെ ട്രിഗർ ചെയ്തു. മനസ്സിലായി, ഇവരിങ്ങനെ ചെയ്യാമോ, ഇവരിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അതായത് വീട്ടുജോലി ചെയ്യുന്ന ഇത്ര തെറ്റാണോ, പൈസ തന്നാൽ മാത്രമേ വീട്ടുജോലി ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ഈക്വാലിറ്റിയാണ് ഈ പറയുന്നത്? പെണ്ണ് ചെയ്യുന്നില്ലെങ്കിൽ ആണിന് ചെയ്തൂടെ, ആണ് ചെയ്യുന്നില്ലെങ്കിൽ പെണ്ണ് ചെയ്യുന്നൂടെ, ആൺ പൈസ തരുന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിക്കൂടെ? ഉടനെ തന്നെ മഹാദേവൻ പോയി എന്റെ കമന്റ് അല്ല അന്ന് കമ്മിറ്റഡ് അല്ലായിരുന്നു തോന്നുന്നു. ആ കമന്റ് അല്ലെങ്കിൽ ആഗ്രഹം കൊടുത്ത് അപർണയാണ്. മതി മതി തീർന്നു, ഇത് കുടിക്കണ കുടിക്കും. എന്നിട്ട് അവൻ നീ പോയി അവിടെ വഴക്കുണ്ടാക്കി മഹാദേവ. നമ്മളത്ര ഫ്രണ്ട്സ് ആയിരുന്നു. വിളിച്ചിട്ടുണ്ടോ ഇവൻ ഇതുവരെ വന്നിട്ടുണ്ടോ? അല്ല ഞാൻ പോയിട്ട് ഇതുപോലെ ട്രിഗർ ചെയ്ത് വിട്ടു. അപ്പോഴത്തേക്കിനും അല്ല ഞാൻ ഇതൊന്ന് പറയണം. ഓ നമുക്ക് ഗ്യാസ് ലൈറ്റിംഗ് അറിയത്തില്ലല്ലേ. അതായത് അപർണ അന്ന് ഉദ്ദേശിച്ചെന്താ, അതായത് ഇങ്ങനൊരു വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുമോ, ഞാൻ പ്രോഗ്രസീവ് ആണോ എന്ന് എന്നെ ടെസ്റ്റ് ചെയ്താ. എന്തിന് ചെറിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പൊ ഈ രാത്രി അല്ല ഞാൻ ഈ കമന്റ് ചെയ്തത് 4 മണിക്കായിരുന്നു, രാവിലെ 4 മണിക്ക്. ആ സമയത്ത് എഴുന്നേറ്റിരിക്കുന്ന വേറൊരു വ്യക്തി ഇല്ല, അത് മഹാദേവനായിരുന്നു. അപ്പൊ ഞാൻ പോയി മഹാദേവനെ ട്രിഗർ ചെയ്ത് മഹാദേവൻ പോയി കമന്റ് ഇട്ടു. അതെന്ത് തെറ്റല്ല, മനസ്സിലാക്കണം. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ ആയിരുന്നു. പലർക്കും ഞാൻ മഹാദേവന് ഊണില്ല ഉറക്കമില്ല, എല്ലാ പെണ്ണുങ്ങളോടും രാവിലെ തൊട്ട് രാത്രി വരെ ചാറ്റ് ചെയ്യുന്നു. ഒരുവിധപ്പെട്ട പെൺകുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. 4 മണിക്ക് ഞാൻ അലാറം വെച്ച് എഴുന്നേക്കും. ഞാൻ ഫ്രീയാ. ഉറങ്ങിട്ട് 4 മണിക്ക് എഴുന്നേറ്റിട്ട് 7 മണിക്കൊക്കെ അച്ഛൻ എന്നിട്ട് എന്നോട് കിടക്കണമെങ്കിൽ ഞാൻ ഇല്ല ചപ്പ് ഉറങ്ങിയിട്ട്. എന്നിട്ട് നീ പോയി അവിടെ അടിയുണ്ടാക്കി അലമ്പായോ? പിന്നെ അവൻ എന്നെ കുറെ തരം വിളിച്ച്. അല്ല എന്നെ കിട്ടി മഹാദേവനും കിട്ടി. അപ്പൊ എനിക്കൊരു സമാധാനം, എനിക്ക് മാത്രമല്ലല്ലോ കിട്ടിയത്. ഞാൻ മുട്ട പോയിട്ട് അവരെന്തോ ഡോക്ടറൊക്കെ എനിക്കൊന്നും ഇത്ര വിദ്യാഭ്യാസം ഇംഗ്ലീഷിലാ. അല്ല ഇംഗ്ലീഷിലാ, അതാണ് ചാറ്റ് GPT പോലും ഇല്ല. ഇട്ട ഇംഗ്ലീഷ് അതുപോലെ കൊണ്ടിരണം, കൺവേർട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല അന്നത്തെ കാലത്ത്. അതെ 2-2.5 വർഷം മുന്നുള്ള കഥയാ. എന്നിട്ടെന്താ അവര് പറഞ്ഞു എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ എടുക്കാൻ പഠിക്കണം. ഞാൻ പറഞ്ഞു അതൊന്നും നടക്കത്തില്ല, എന്റർടൈൻമെന്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു സപ്പോർട്ടിന് പോയതാ. ഇപ്പോഴും ആ റീലുണ്ടോ എന്തോ. അപർണ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് കണ്ടന്റ്, അതായത് ഈ പറഞ്ഞ പ്രോഗ്രസീവ് സാധനങ്ങളാണോ അപർണ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? അപർണ ഒരു പ്രോപ്പർ ഫെമിനിസ്റ്റ് ആണോ? ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഫെമിനിസം എന്ന് പറയുന്ന കാര്യം ഭയങ്കര പെർസ്പെക്റ്റീവ് ടേമായി തീർന്നിരിക്കുക. പക്ഷെ ശരിക്കും അങ്ങനെ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഫെമിനിസം കൊണ്ട് പൊതുവേ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ ആൻഡ് വുമൺ ആർ ഈക്വൽ. പെണ്ണിന് ചെയ്യുന്ന എന്തും ആണിനും ചെയ്യാം, ആണിന് ചെയ്യുന്ന എന്തും പെണ്ണിനും ചെയ്യാം. അതിന് ജെൻഡർ ഒരു തടസ്സമാവരുത്. ചെയ്യണമെന്നില്ല എന്താ പുറത്തേക്ക് വന്നു വരുന്നത് എന്താ ആണുങ്ങളെ അടിച്ചമർത്തണം, ആണുങ്ങൾക്ക് മുകളിൽ സ്ത്രീകളെത്തണം, അങ്ങനെയുള്ള സംഭവം എനിക്കില്ല. അതായത് പെണ്ണിന് കരയാമെങ്കിൽ ആണിനും കരയാം, പെണ്ണിന് എവറസ്റ്റ് പോവുകയാണെങ്കിൽ ആണിനും പോവാം, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് എനിക്ക്. അതുകൊണ്ട് അങ്ങനെ എന്ത് കണ്ടാലും അതാണ് ഞാൻ പറഞ്ഞത്. ആ റീലിലും പെണ്ണ് ചെയ്തില്ലേ ആണ് ചെയ്യുക, ആണ് പൈസ തന്നില്ലെങ്കിൽ പെണ്ണ് പോയി ഉണ്ടാക്കിക്കോ, എന്തിനാണ് അവന്റെ നോക്കിയിരിക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആണുങ്ങളൊക്കെ എങ്ങനെ ഞാൻ വീട്ടിലിരുന്നോളാം, നിങ്ങൾ യൂട്യൂബൊക്കെ ഇടിയുമ്പോ അവരുടെ നോക്കിക്കോളൂല്ലോ. ജോലിക്ക് പോയി നോക്കിക്കോളൂ, ജോണിനെ നോക്കുന്ന പോലെ അവിടെ നോക്കിക്കോളൂ.
അതാണ് ഉദ്ദേശിച്ചത്. വല്ല മുദ്രാവാക്യം കിട്ടുമോ നോക്കാൻ നോക്കിയായിരുന്നു സസ്പെൻസിനെ. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാത്തത്. അവരുടെ പോഡ്കാസ്റ്റ് ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി ഫ്രേസ് ഉണ്ട്. എനിക്ക് എന്തോ ഒരു വാക്ക് കിട്ടിയായിരുന്നു. അനന്തരാമൻ പറഞ്ഞു തന്നതാ, എല്ലാത്തിനെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാതെ ഗ്രേ ആയിട്ട് കാണാൻ പഠിക്കുന്നു. അപ്പൊ ഞാൻ ഇരുന്നാലും ചെയ്യാം കളർ ബ്ലാക്ക് വൈറ്റ് ഗ്രേ എന്നൊക്കെ പറഞ്ഞിരുന്ന് ആലോചിക്കുക. അപ്പോഴാണ് പറഞ്ഞല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താ തെറ്റും ശരിയെന്നും മാത്രം കാണാതെ എല്ലാ മനുഷ്യരിലും തെറ്റും ശരിയുമുണ്ട്. അതായത് ഗ്രേ വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ്. അതാണല്ലേ ഞാൻ എനിക്കങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര വിവരമുള്ള മനുഷ്യരൊക്കെ ലോകത്തുണ്ടല്ലേ. അതാണ് ഞാൻ പിന്നെ എല്ലായിടത്തും വൈറ്റും ബ്ലാക്കും ആയിട്ട് ഗ്രേ ആയിട്ട് കാണും. അതെ ഞാനെല്ലാവരും ഇന്ന് 4 മണിക്ക് ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നത്. ഇന്ന് ഷെയർ ചെയ്യപ്പെടും. ഇന്ന് രാവിലെ 4 മണി. ഇന്ന് രാവിലെ അല്ല, നാളെ രാവിലെ 4 മണി. ഓക്കെ 2 മണിക്കൂർ തന്നെ കണക്ട് ആയത്. അല്ലെങ്കിൽ മഹാദേവന്റെ ചട്ടികളൊന്നും ഇപ്പൊ കേൾക്കാറില്ല. അതാ ഞാൻ പറഞ്ഞ തമാശ മനസ്സിലായപ്പോഴത്തേക്ക് അർജി കൊണ്ടുപോയി. എനിക്ക് എത്ര നല്ല ക്വാളിറ്റി തമാശയിൽ പോയെന്നറിയോ. വിട്ട് കളയണം. വിട്ട് കളയണം. അങ്ങനെ വിഷമമൊന്നുമില്ല അല്ലേ മാധവൻ? മഹാദേവൻ കൊടുക്കും. പക്ഷെ അറിഞ്ഞപ്പം കൺഗ്രാറ്റുലേഷൻസ് ഒന്നും പറയാൻ വന്നില്ല. പക്ഷെ എന്തോ പറഞ്ഞായിരുന്നു. അല്ല പക്ഷെ ഇപ്പം എല്ലാവർക്കും ബ്രേക്കിംഗ് ന്യൂസ് ആണ്. എനിക്ക് ഹാർട്ട് ബ്രേക്കിംഗ്. അല്ല ഇപ്പൊ വന്നപ്പം അതല്ല എന്റെ പോഡ്കാസ്റ്റിൽ അർജുന്റെ എപ്പിസോഡൊക്കെ വന്നപ്പോഴത്തേക്കിന് ഷസാം അർജു കിടില നല്ല ഗസ്റ്റുകളെ അവരുടെ കൊണ്ടുവരുന്ന നല്ല എപ്പിസോഡ് എല്ലാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞ അർജുനെ കുറിച്ച് കുറെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞു. ഈ അർജുൻ അറിയത്തില്ല. അതുകൊണ്ട് മറ്റേ കഥ പറഞ്ഞ 3 പെണ്ണുകേഴ്സ് ഉണ്ട്, എനിക്ക് നേരിട്ട് അറിയാവുന്ന. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് പറഞ്ഞ പരാതി പറഞ്ഞിട്ടുള്ളതാ. ഞാനന്ന് പറഞ്ഞ് ഇതുപോലെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇതുപോലെ വന്നപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് വേണ്ടി ഇതിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് സാധനം വന്നപ്പോ ഇതുപോലെ എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ ഇതുപോലെ ഇരുന്ന് അപ്പൊ തന്നെ ഫുൾ കണ്ടു ഷസാമിന്റെ എപ്പിസോഡ്. അപ്പൊ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇതുപോലെ കുറച്ച് എന്തോ സജഷൻ പരിപാടി പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഞാൻ പറഞ്ഞപ്പോ ഷസാമിന് ഫസ്റ്റ് എപ്പിസോഡ് വരുന്നെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ. ഞാനും വിചാരിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് അവിടെ എന്തോ വന്ന ഗസ്റ്റിന്റെ ഒരു പരിപാടിക്കകത്ത് ഒരു വെറൈറ്റി ഉണ്ടോന്ന് പോലെ തോന്നി. അല്ലെങ്കിൽ ആ ഒരു സാധനം ഫസ്റ്റ് എപ്പിസോഡിൽ ലോഞ്ച് ചെയ്യാൻ പറ്റിയ നല്ല പരിപാടി എന്നുള്ള സാധനത്തെ അങ്ങനെ അഭിപ്രായം പറഞ്ഞു. രണ്ടാമത് അർജുൻ വന്നപ്പോ ഓക്കെ. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ആയല്ലോ അവിടെ. അതായത് ഇത്രയും മിനിമം ക്വാളിറ്റി ഉള്ള ഒരു ഗസ്റ്റ് ആണ് വരണ്ടേ എന്നുള്ളൊരു സാധനം എന്നിട്ട് അർജുനെ ഒന്ന് കുറെ പുകഴ്ത്തി. എന്താ പുള്ളി സംസാരിക്കുമ്പോ ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര സേഫ് ഗെയിം ആണ് സംസാരിക്കുമ്പോ. അതായത് ഭയങ്കര എന്ന് വെച്ചാൽ നമ്മള് എന്ത് ശ്രദ്ധിച്ചാണ് സംസാരിക്കണം എന്നാ ചുമ്മാ ലൂസ് ടോക്ക് ഒന്നും പുള്ളി സംസാരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞോ. അപ്പൊ ഞാൻ അല്ല ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചായിരുന്നു. പുള്ളിയോട് എന്തെങ്കിലും ഒരു സാധനം ചോദിച്ചാൽ പുള്ളി പറയും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോള് കിട്ടും എന്നുള്ള സാധനം. അതായത് പുള്ളി അത് ചെയ്യണോണ്ട് പുള്ളിക്ക് അറിയാം. ട്രൈ ചെയ്യുന്നുണ്ടോ? ഇനി നമുക്ക് കുറ്റം പറയാം. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇവര് എന്നിട്ട് അനൗൺസ് ചെയ്തപ്പോ മഹാദേവൻ ആദ്യം ആലോചിച്ചത് അന്ന് ഞാൻ കുറ്റം വല്ലതും പറഞ്ഞായിരുന്നു. ദൈവമേ ഈശ്വര ഇത് പണ്ടേക്ക് കൊണ്ടേ ഉള്ളായിരുന്നല്ലോ. രണ്ടാമത്തെ എപ്പിസോഡിന്റെ ഞാൻ ഇങ്ങനെ അർജുൻ ഇങ്ങനെ എന്നിട്ട് പുള്ളിക്കാരി എന്നോട് ഇതൊന്നും അറിയാത്ത പോലെ എന്നോട് അറിയാം. ശയ്യ. പക്ഷെ എന്നാലും അപ്പൊ ഞാൻ പറഞ്ഞേ അന്ന് പറഞ്ഞു ഞാനപ്പോ ഞാൻ പറഞ്ഞ അർജു പൊതുവേ കുറച്ച് ഷൈയാണ്, അധികം സംസാരിക്കത്തില്ല. അത് അങ്ങനെയാണ്. അല്ലാതെ അതിനകത്തൊരു പരിപാടി ഉണ്ട്, അത് രസമാണ് ആക്ച്വലി. ഞാൻ പുള്ളി ഭയങ്കരമായിട്ട് അഡ്വക്കേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അന്നെങ്ങാനും അപ്പൊ ഞാൻ ഇത് ഇവര് മറ്റേ സ്റ്റാറ്റസ് ഇട്ടപ്പോ ഞാൻ ഓർത്തു ഈശ്വര അന്നെങ്ങാനും ഒരു കുറ്റം അവിടുന്ന് പറഞ്ഞിരുന്നേ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചേനെ. അയ്യോ അപ്പൊ അർജുനെ പറ്റി പറയില്ല, ആവശ്യത്തിൽ കൂടുതൽ അർജുനെ പറ്റി. നമ്മൾ ആഗ്രഹിച്ച ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞോ? അതോ ഇനിയും ലിസ്റ്റ് കിടപ്പുണ്ടോ? പൃഥ്വിരാജ്, ഐശ്വര്യലക്ഷ്മി. ഞാൻ വിളിച്ചു പറയാം, കുഴപ്പമില്ല. ഞാൻ രാജുവേട്ടനെ വിളിക്കാൻ നമ്പർ തകർത്ത് കളഞ്ഞു. എന്തായാലും വിറ്റിലെത്തിയല്ലോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എന്തായാലും പെട്ടെന്ന് കയറും. ഇങ്ങോട്ട് ഓട്ടോയിലാണ്, അങ്ങോട്ട് ഫ്ലൈറ്റിനാണ്. രാജുവേട്ടനും വരും എന്തായാലും. ഇന്നിനി എങ്ങോട്ടായിരിക്കും നമ്മൾ പറക്കുന്നതെന്ന് അറിയാമോ? അതറിഞ്ഞിട്ട് ബാക്കി പറഞ്ഞാൽ പോരെ.
അപ്പൊ എന്തായാലും നിങ്ങളുടെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ കാണാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സ്റ്റാറ്റസുകളിൽ കൂടെ ഒക്കെ ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പുള്ളിക്കാരി കള്ളമില്ലാതൊന്നും പറയാനുള്ളതാണ്. അങ്ങനല്ല, അതായത് ഞങ്ങൾ ലാസ്റ്റ് കണ്ട എപ്പിസോഡിന്റെ പേര് പറയാം. അല്ല, ഞാൻ എപ്പിസോഡ് കണ്ടെന്നല്ല, ഞാൻ സ്റ്റാറ്റസുകൾ കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. തമ്മില് കൊള്ളാം അങ്ങനല്ല, ഞാൻ നിങ്ങളുടെ വളർച്ച കാണുന്നു. താടി മുടി അല്ലാതെ ഇവിടെ ഒന്നും വളരണല്ല. അതെ, എന്താണ് വന്ന ഗസ്റ്റിന് ഞാൻ പോലും കൊടുക്കാറില്ല. വെള്ളം കൊടുക്കാറുണ്ട്, പച്ചവെള്ളം. നിങ്ങളിവിടെ മറ്റേ ബിസ്കോഫ് ഒക്കെ കൊടുത്തു, അറിയോ? നമ്മളെ വളർച്ചയുടെ പാതയിലാണ്. ഇനിയും അപർണ ഇതുപോലെ വളരും. അപർണ ആഗ്രഹിക്കും. ഞാനും വളർച്ചയുടെ പാതയിലാണ്. അപർണ ആഗ്രഹിക്കുന്നവരെ നമുക്ക് ഒരുമിച്ച് വളരാം. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ് തരുമോ? അത് ഞാനല്ല, അത് ഹസ്ബൻഡ് സമ്മതിക്കണ്ടേ? അതെ, ഹസ്ബൻഡ് പെർമിഷൻ ഇല്ലാതെ മാധവാസനക്ക് അർജുനെ വിളിച്ച് നമുക്ക് ഇതുപോലെ എപ്പിസോഡ് ചെയ്യാം. അർജുന് വിഷമമുണ്ടോ? എന്തിന്? അപ്പോഴത്തേക്കും അനീസക്ക് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്ത് അർജുനായിട്ട്. അല്ല, ഇനിയിപ്പം അനീസിക്ക ഏതെങ്കിലും പെൺകുട്ടികളോട് പോയി 4 മണിക്ക് സംസാരിക്കേ, എന്നിട്ട് അവരെ അടുത്ത ഗസ്റ്റ് ഉണ്ടെന്നല്ലേ സംസാരിക്കുന്നത്. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സിനി പോളിസി പോയപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ സിനി പോളിസി പടം കാണാൻ പോകുമ്പോ എന്നും ഓരോ പെങ്കുച്ചുങ്ങളെ കൊണ്ട് പോകും. അവർ വരുമ്പോ ഡെയിലി ഓരോ മുമ്പേ സംസാരിച്ച പറയായിരുന്നു. ഞാൻ അനീസക്ക് ഈയിടെ ഇപ്പുറത്ത് അനീസക്ക് ഇല്ലായിരുന്നു. അപ്പൊ പറഞ്ഞു അനീസക്ക് ഞാൻ ഈയിടെ കണ്ടായിരുന്നു സിനി പോളിസി പോയപ്പോ. അന്ന് ഇത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അന്ന് എന്റെ കൂടെ അർജുൻ ഉണ്ടായിരുന്നു, പക്ഷെ അനീസക്ക് കണ്ടില്ല. ഞാൻ പറഞ്ഞു പുള്ളിക്ക് ആണുങ്ങളോട് താല്പര്യം തുടങ്ങിയിട്ട് കുറച്ച് അനീസൊക്കെ ആണുങ്ങളോട് താല്പര്യം, അതാണ് നോക്കാഞ്ഞതാന്നൊക്കെ. അല്ല, അന്ന് തുടങ്ങിയിട്ടില്ല, തുടങ്ങിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഇനി കണ്ടോളൂ, കുഴപ്പമില്ല, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയോ സംസാരിച്ചു. വിഷയത്തിന്റെ ടൈറ്റിൽ നമ്മുടെ എപ്പിസോഡിന് ഒരു പ്രത്യേകത്തിന്റെ ടൈറ്റിലായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാറില്ല. ഇനി മറ്റേ പുകവലി അർബത്തിന് കാരണം ആ വോയിസിൽ മറ്റേ ഞാൻ പാവാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് മഹാദേവനെ കുറിച്ചാണ് പറയുന്നത്? ഇത് എപ്പിസോഡിൽ എല്ലാവരും ഗേൾഫ്രണ്ടിന് കൊടുക്കാനാ. അല്ലല്ല, മഹാദേവൻ പാവട്ടോ. അഭിനയം നന്നായിട്ട് പഠിക്കണം കേട്ടോ. അല്ലല്ല, മഹാദേവൻ പാവമാണ്. എല്ലാരും പാവം. ജോൺ ചേട്ടൻ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അത് പറയാൻ അല്ലല്ല, എന്നിട്ട് അല്ല, അനീസ് പാവമാണ്. അനീസ് ഭയങ്കര ചിന്തിക്കാതെ മായി വരുന്ന തമാശ വിളിച്ചു. ഞാൻ ചിന്തിച്ചെന്നാ പറഞ്ഞത്. കറക്റ്റ് പ്ലാനിങ് ഉള്ള ഞാൻ നല്ലത് പറഞ്ഞൊന്ന് ശരിയാക്കി തരാം. അല്ല, മറ്റേ അനീസിന് മറ്റേ കോൺഫിഡൻസാ. അടിച്ച് കൊള്ളും ഉറപ്പാണ്. ഞാൻ അടിക്കും, ഞാൻ ഉറപ്പാണ്. എനിക്ക് തിരിച്ചു കിട്ടിയാലും കുഴപ്പമില്ല. നമ്മള് പറയണം, അതെ, അൺഫിൽറ്റേർഡ് അനീസാണ്. ഓക്കെ, അപ്പം അടുത്തൊരു എപ്പിസോഡ് കാണാം. താങ്ക് യു അപർണ. താങ്ക് യു. വലിയ തിരക്കൊന്നുമില്ലെങ്കിലും സമയം ഇടയ്ക്ക് വന്നതിൽ സന്തോഷം തന്നെ. അതല്ലേ, ബൈ. ചന്തു പോയിക്കോളൂ. ഗ്ലാസ് എത്തിച്ചേക്കാം. അതടുത്ത ഷിഫ്റ്റിനെ വരുമ്പോ കൊണ്ടുവരും. ദൈവമേ, ഇവന്റെ സ്റ്റൈലാ. ഗ്യാസ് കൊണ്ട് മറ്റേ പാഷൻ കൊണ്ട് സ്പ്രൈറ്റും ചെയ്യുന്നുണ്ട്. അഖിലേ, പറയണോ? വെള്ളം നിറഞ്ഞോണ്ടിരിക്കുന്നത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ചളിയിറക്കി. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുമ്പോ പറയുന്നത് പാടത്ത് മോട്ടർ വെച്ചടിക്കണ ലോൺ എപ്പിസോഡ് ആക്കായിരുന്നു. അതല്ല, ഞാനാണെ കുറച്ച് നാളായിട്ട് ഡീസന്റ് ആവാൻ ശ്രമിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ കെയറിങ് ആണോ? ഒരു ടിഷ്യൂ അല്ലേ ഇന്നുവരെ ഒരു ടിഷ്യൂ തന്നിട്ടില്ല ഞങ്ങൾക്ക്. അതെ, അതിഥി ദേവോ ഭവ അല്ലേ? അങ്ങനെ പറ. അഖിലിന്റെ നെഞ്ചത്തിട്ട് ആട്ടുണ്ട് അതിഥി ദേവോ ഭവ. മോട്ടറുള്ളത് ചെളി കയറുന്നുണ്ട് കേട്ടോ. മഹാദേവനൊട്ടും പുറകിലില്ലാത്തോണ്ടൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഇത് റോളിംഗ് ആയിരുന്നു. അത് മതി. അപ്പൊ ബ്ലാക്ക് സ്ക്രീൻ ഇട്ട് നമ്മുടെ കുറച്ച് ഫോട്ടോ എടുത്ത് വെക്കാൻ.
നമ്മൾ ആക്സിഡന്റ് കാണിച്ചാലോ? നല്ലതാണ്. അതല്ല, ഇതിന്റെ വീഡിയോ നഷ്ടപ്പെട്ട ഓഡിയോ ഉണ്ടായിരുന്നു, കേട്ടോളൂ എന്ന് പറയാം. വിലമതിക്കാനാവാത്തതായതുകൊണ്ട് കളയാൻ പറ്റി.